തൃശൂർ കൂട്ടാലിയിൽ കൈകൊട്ടിക്കളി അവതരിപ്പിക്കുന്നതിനിടെ കലാകാരി കുഴഞ്ഞു വീണ് മരിച്ചു. അരിമ്പൂർ സ്വദേശി സതിയാണ് ഹൃദയാഘാതം മൂലം മരിച്ചത്. ഒളരിയിലെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. ഹൃദയാഘാതമാണ് മരണകാരണമെന്നറിയുന്നു. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെയായി ഈ കടുത്ത ചൂട് കാരണം ആളുകൾ ഇത്തരത്തിൽ ബുദ്ധിമുട്ട് അനുഭവപ്പെടുകയും കുഴഞ്ഞു വീഴുകയും മരണമൊക്കെ സംഭവിച്ചിരുന്നു. അതാണോ കാരണമെന്നുള്ളത് പോസ്റ്റ്മോർട്ടത്തിന് ശേഷം മാത്രം അറിയാൻ സാധിക്കുകയുള്ളൂ കൃത്യമായി. ഇപ്പോൾ ഹൃദയാഘാതം എന്നുള്ള റിപ്പോർട്ടുകളാണ് വരുന്നത്. നൃത്തം അവതരിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്, കൈകൊട്ടിക്കളി കളിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ കുഴഞ്ഞു വീണത് ഹൃദയാഘാതം എന്ന നിഗമനത്തിലാണ് ഇപ്പോഴുള്ളത്. ആശുപത്രിയിൽ എത്തിച്ചു, പക്ഷേ ജീവൻ രക്ഷിക്കാനായില്ല. നിതിൻ സേവ്യർ ചേരുന്നുണ്ട്. നിതിൻ, എന്താണ് സംഭവിച്ചത്? കടുത്ത ചൂടാണ്, അതൊക്കെയാണോ കാരണമായി പറയുന്നത്? വിവരങ്ങൾ. നിതിൻ, കേൾക്കാമോ? തന്നെ ചോദ്യം ഒരിക്കൽ കൂടി ആവർത്തിക്കാം. എന്താണ് മരണകാരണം? ഇപ്പൊ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ കടുത്ത ചൂട് കാരണം പാലക്കാടൊക്കെ നിരവധി പേർക്ക് ഇത്തരത്തിൽ ദേഹാസ്വാസ്ഥ്യം ഉണ്ടാവുകയും മരണകാരണം പലതാണ്. ഇതിപ്പോ ഹൃദയാഘാതം എന്നൊക്കെ പറയുന്നുണ്ട്. എന്താണ് മരണകാരണം എന്നാണ് പറയുന്നത്? മറ്റ് വിവരങ്ങൾ കൂടി. തന്നെ ഇന്നലെ രാത്രി 9 മണിയോടെയാണ് ഈ സംഭവം നടക്കുന്നത്. ഈ കൈകൊട്ടിക്കളി അവതരിപ്പിക്കുന്നതിനിടെ ഈ കലാകാരി കുഴഞ്ഞു വീണ് മരിക്കുകയായിരുന്നു. ഈ കുട്ടാലെ മഹാവിഷ്ണു ക്ഷേത്രത്തിലെ ഉത്സവത്തോടനുബന്ധിച്ച് നടന്ന ഈ പരിപാടിക്കിടയിലാണ് ഈ സംഭവം ഉണ്ടാകുന്നത്. ഈ അരിമ്പൂർ സ്വദേശിയായ സതി വീണ ഉടനെ തന്നെ സ്വകാര്യ ആശുപത്രിയിലേക്ക് ഇവരെ എത്തിച്ചെങ്കിലും ഇവരുടെ ജീവൻ രക്ഷിക്കാനായില്ല. ഈ ഡോക്ടർമാർ നിലവിൽ ഹൃദയാഘാതമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഹൃദയാഘാതമാണ് മരണകാരണമെന്ന് ഡോക്ടർമാർ പറഞ്ഞിട്ടുണ്ട്. ഈ അരിമ്പൂരിൽ വയോജനങ്ങൾക്കായി പ്രവർത്തിക്കുന്ന ഈ പ്രസ്ഥാനങ്ങളിലെ അടക്കം സജീവ അംഗമായിരുന്നു സതി. അതുമായി ബന്ധപ്പെട്ട് അവരുടെ ഫണ്ട് പിരിവുമായി ബന്ധപ്പെട്ട് അടക്കമുള്ള പരിപാടികളിൽ സജീവമായി കൈകൊട്ടിക്കളി അടക്കമുള്ള കാര്യങ്ങളിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു. അതിൻ്റെ ഭാഗമായി നടന്ന ഒരു പരിപാടിക്കിടെയാണ് ഇന്നലെ രാത്രി ഇവർ ഈ കുഴഞ്ഞു വീഴുന്നത്. പരിപാടിക്കിടെ 11 അംഗ സംഘമാണ് ഈ കൈകൊട്ടി കളി അവതരിപ്പിച്ചിരുന്നത്. ഈ കുഴഞ്ഞു വീണ ഉടനെ തന്നെ ഇവരെ സ്വകാര്യ ആശുപത്രിയിലേക്ക് എത്തിച്ചിരുന്നു, പക്ഷേ ജീവൻ രക്ഷിക്കാനായില്ല. ഏതായാലും അവരുടെ സംസ്കാരം ഇന്ന് ഉച്ചയ്ക്ക് 12 മണിക്ക് ഭവനത്തിൽ നടക്കും.